ഇന്നലത്തെ മാച്ച് കഴിയുമ്പോഴത്തേനും ടെൻഹാഗ് സാക്കാവും. അത് കഴിയുമ്പോഴത്തേനും പൊട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആഘോഷിക്കാൻ വേണ്ടി മേടിച്ചു വെച്ചിരുന്ന പലരുടെയും പടക്കം വേസ്റ്റായിപ്പോയി. യുണൈറ്റഡ് കഷ്ടികുഷ്ടി ഒരു പരുവത്തിൽ സമനില പിടിച്ചു ആൻഫീൽഡിൽ പോയി. നമ്മൾ ആൻഫീൽഡിൽ ഈ ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നോക്കൂ, അവർക്ക് ക്രൗഡിന് വേണ്ടത് ശരിക്കും ഹ്യൂമിലിയേഷനാണ്. യുണൈറ്റഡിനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് കാണണം ക്രൗഡിന്. അത് ക്രൗഡ് കൊല്ലടാവനെ അല്ലെങ്കിൽ ആക്രമിക്കും എന്നൊക്കെ പറയുന്ന ആ രീതിയിലാണ് ക്രൗഡ് അവിടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഈ പ്ലെയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ലിവർപൂളിനെ നോക്കിയാലും പ്ലെയേഴ്സ് മോട്ടിവേറ്റഡ് ആകുന്നു, അവർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ആദ്യത്തെ കുറേ സമയങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു പകുതി ഭാഗം നമ്മൾ നോക്കിയാൽ യുണൈറ്റഡ് ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ അറ്റാക്കിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കോർണർ വിൻ ചെയ്യും, കോർണർ വരും. ഇത് തന്നെ ഈ ഒരു പ്രോസസ്സ് അറ്റാക്ക് കോർണർ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ഓൾമോസ്റ്റ് പകുതി മുക്കാൽ ഭാഗവും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിൽ ശരിക്കും ലിവർപൂൾ യുണൈറ്റഡിനെ കൊല്ലാൻ വേണ്ടി ഇട്ട് ഓടിക്കുകയാണ്. മാച്ച് നമ്മൾ നോക്കിയാൽ അതാണ് സ്ഥിതി. ഇട്ട് ഓടിക്കുന്ന യുണൈറ്റഡ് നേരെ പോയി മുട്ടുക എന്ന് പറയുന്നത് ബുദ്ധിയല്ല എന്ന് യുണൈറ്റഡിന് മനസ്സിലായി. അതുകൊണ്ട് പോയി പാത്തിരുന്ന് അവസരം കണ്ടെത്തുമ്പോഴത്തേനും അല്ലെങ്കിൽ അവസരം കിട്ടുന്നതനുസരിച്ച് അറ്റാക്ക് ചെയ്യുക, അതായിരുന്നു യുണൈറ്റഡിൻ്റെ പ്ലാന്. നമ്മൾ ഇന്നലത്തെ യുണൈറ്റഡിൻ്റെ ഫുട്ബോൾ കണ്ടു കഴിഞ്ഞാൽ യുണൈറ്റഡ് ഡിഫെൻസീവ്ലി അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ ഓൾമോസ്റ്റ് ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ് എന്നൊക്കെ നമുക്ക് പറയാം. ഡിഫെൻസീവ്ലി എല്ലാ പ്ലെയേഴ്സും ബെറ്റർ ആയിരുന്നു. എസ്പെഷ്യലി വേറാണ്, ഇതുപോലെ ഏവൻസ്, ഡാലോ, ഷോ, ഇവരൊക്കെ ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ബെറ്ററാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു മാച്ച് കണ്ടപ്പം എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും പണ്ടത്തെ മോറിഞ്ഞോടെ ആ ഒരു കാലത്തുനിന്ന് നമ്മുടെ ഫുട്ബോൾ ഇതുവരെയായിട്ടും അതിൽ നിന്നൊരു പ്രോഗ്രസ് നമ്മുടെ ഫുട്ബോളിന് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്ത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഈ ടീമിലെ പ്ലെയേഴ്സ് എല്ലാം ഏബിളാണ്. പക്ഷേ ഈ ഹൈലൈൻ, ടെൻഹാഗ് ഉദ്ദേശിക്കുന്ന ഹൈലൈൻ ഒന്നും, ഡിഫെൻസീവ് ഹൈലൈൻ ഒന്നും വെച്ചുകൊണ്ട് കളിക്കാനുള്ള പ്ലെയേഴ്സ് ഇല്ല എന്ന് പറയുന്നത് ഈ മാച്ചിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ടീമിൻ്റെ മിഡ്ഫീൽഡ്, ഒരു ടീമിൻ്റെ എഞ്ചിൻ എന്ന് പറയപ്പെടുന്ന മിഡ്ഫീൽഡ്, യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡ് കോബി മെനു, അമറാബാത്ത്, മക്ടോമിനെ, ഈ 3 പ്ലെയേഴ്സ് ഇതിലൊരു യുണൈറ്റഡ് ക്വാളിറ്റി എന്ന് പറയാവുന്ന ഒരു പ്ലെയർ ശരിക്കും കോബി മെനു മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അമറാബാത്ത് പലപ്പോഴും ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. സെക്കൻഡ് ഹാഫിൽ ഒരു പരിധി വരെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയും മാച്ച് അങ്ങനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ അത്ര മോശമല്ല. പക്ഷേ കോബി മെനു മാത്രമേ ഒരു യുണൈറ്റഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് കോബി മെനു മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. മക്ടോമിനയുടെ കാര്യം നോക്കിയാൽ മക്ടോമിനെ നമ്പർ 6 അല്ല, നമ്പർ 8 അല്ല, നമ്പർ 10 അല്ല. പുള്ളി എന്താണെന്ന് പുള്ളിക്ക് തന്നെ അറിയത്തില്ല. മേ ബി ഒരു 4-4-2 എന്ന് പറയുന്ന ഫോർമേഷനിൽ പുള്ളി ഒരു സ്ട്രൈക്കറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു സിംഗിൾ മാൻ അപ്പ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ മക്ടോമിനെ പറ്റത്തില്ല, അതും പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സ്ട്രൈക്കറിൻ്റെ കൂട്ടത്തിൽ ഒരു 2 സ്ട്രൈക്കർ ആ ഒരു ഫോർമേഷനെ മിക്കവാറും മക്ടോമിനെ യൂസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെ മറ്റ് പ്ലെയേഴ്സ് അവരുടെ മൂവ്മെൻറ്റ്സ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസസ് കറക്റ്റായിട്ട് ഒക്യുപ്പൈ ചെയ്ത് അവിടുന്ന് ഫിനിഷ് ചെയ്യുക, ഇത് മാത്രമേ പുള്ളിക്ക് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ യുണൈറ്റഡിൽ ടെൻഹാഗിൻ്റെ സിസ്റ്റം ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ക്ലിയർ ഔട്ട് ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ മുതൽ ക്ലിയർ ഔട്ട് സ്റ്റാർട്ട് ചെയ്യണം. വാൻഡബീക്കിൻ്റെ പല ലിങ്കും വരുന്നുണ്ട്. ജർമ്മൻ ക്ലബ്ബുകൾ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടുമായിട്ടൊക്കെ ലിങ്ക് വരുന്നുണ്ട്. അതുപോലെ ആന്റണി മാർഷ്യൽ 5 മില്യൺ പൗണ്ട്സൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ഫെനർബാഷെ. അപ്പം അങ്ങനത്തെ ഓഫറൊക്കെ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ഓടിച്ചു വിടുക. ഇങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ ഓടിച്ചു വിട്ടൊരു വമ്പൻ ക്ലിയർ ഔട്ട് നമുക്ക് നടത്തണം. ക്വാളിറ്റി പ്ലെയേഴ്സ് ഓൺ ദ ബോൾ ബെറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ഇവിടെ കൊണ്ടുവരണം. ഹൈലൈൻ കളിക്കാനുള്ള ഏബിളായിട്ടുള്ള ഡിഫൻഡേഴ്സ് വരണം. അപ്പോൾ അങ്ങനെ വലിയൊരു ട്രാൻസ്ഫർമേഷനിലൂടെ കടന്നു പോയാൽ മാത്രമേ നമ്മുടെ ടീം ഒരു ബെറ്റർ ഫുട്ബോൾ കളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ലോങ്ങറായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലേയിങ് സ്റ്റൈലൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ പ്ലെയേഴ്സ് വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മാച്ചിൽ ശരിക്കും യുണൈറ്റഡ് കുറച്ച് അറ്റാക്കിംഗ് ത്രെഡ്സ് ഒക്കെ കാണിച്ചത് ഒരു 60-65 മിനിറ്റ്, സെക്കൻഡ് ഹാഫിൽ ഒരു 60-65 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേനാണ് യുണൈറ്റഡിൻ്റെ ഭാഗം കുറച്ച് അറ്റാക്സ് ഒക്കെ വരുന്നത്. കാരണം ലിവർപൂൾ ഇത്രയും 34 ഷോട്ട്സ് എടുത്ത് ഇത്രയും അറ്റാക്കിലേക്ക് പോയ ടീം അവർ സ്കോർ ചെയ്യുന്നില്ല. അത് തന്നെ യുണൈറ്റഡിന് അതിൽ നിന്ന് കുറച്ചൊരു എന്താ പറയുന്നത് ഒരു പ്രചോദനമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് യുണൈറ്റഡ് പയ്യെ യുണൈറ്റഡും അറ്റാക്ക് നടത്താൻ വേണ്ടി തുടങ്ങി. നമുക്ക് ആ ഒരു ഹോളിവുഡ് പാസ് കൊടുക്കാനുള്ള ബ്രൂണോ പോണക്കത്തെ ഒരു പ്ലെയർ ഇന്നലെ ഇല്ലായിരുന്നു. അപ്പം കോബി മെനു നല്ലൊരു പാസ് ഗർണാച്ചോയ്ക്ക് കൊടുത്തു കൗണ്ടറിൽ. അപ്പോൾ ആ ഗർണാച്ചോ ആയാലും ഹോലൻഡ് ഇവർക്ക് 2 പേർക്കും 1v1 ഗോൾ കീപ്പറുമായിട്ട് ചാൻസ് വന്നു. എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ടീമിൻ്റെ ചാൻസസ് നോക്കിയാൽ 2 ചാൻസേ യുണൈറ്റഡിന് പ്രോപ്പറായിട്ട് വന്നിട്ടുള്ളൂ. ആ 2 ചാൻസും എനിക്ക് തോന്നുന്നത് ലിവർപൂളിന് കിട്ടിയ ചാൻസസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ചാൻസസ് ആണ്. അപ്പോൾ അത് ആ ഒരു സമയത്ത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ
സംഭവമായി മാറിയാനെ. ടെൻഹാഗ് ഇന്നലെ ആ ഒരു ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്ത് കൗണ്ടറിനെ മാത്രം ആശ്രയിച്ച് നിന്നത് ശരിക്കും മാച്ചിൽ ഒത്തിരി ഗുണം ചെയ്തു. അല്ലാതെ ഈ ഹൈലൈൻ, എക്സ്ട്രീം ഹൈലൈൻ ഒക്കെ ലിവർപൂളിനെതിരെ കളിച്ചിരുന്നെങ്കിൽ സല കുറഞ്ഞത് ഒരു 4 അല്ലെങ്കിൽ 5 ഗോളെങ്കിലും സല തന്നെ അടിച്ചാനെ. അപ്പം ശരിക്കും നല്ല കാര്യം ഇപ്പോൾ അങ്ങനെ ഈ ഒരു ടീമിനെ വെച്ചുകൊണ്ട് ഇതേ നടക്കത്തുള്ളൂ. ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുക, കൗണ്ടറിൽ ഹിറ്റ് ചെയ്യുക. പക്ഷേ നമുക്ക് പൊസഷൻ കൂടുതലുള്ള മത്സരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് വേറൊരു വലിയൊരു ചോദ്യമാണ്. ശരിക്കും ഈ ഒരു പ്രീമിയർ ലീഗിലെ റഫറിമാരെ കൊണ്ട് തോറ്റിരിക്കുകയാണ് മൈക്കിൾ ഒലിവർ, ഇന്നലത്തെ റഫറി. പുള്ളി ഡലോയ്ക്കെതിരെ റെഡ് കാർഡ് വീശിയത് നമ്മൾ നോക്കിയാൽ ശരിക്കും ആ ഒരു ത്രോയിന്, യുണൈറ്റഡിന് കിട്ടേണ്ട ത്രോയിനാണ്. അതിനുവേണ്ടി പുള്ളിക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ പുള്ളി കാണിച്ചത് ആ ഒരു റഫറിയുടെ അടുത്ത്. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാഡ് ബിഹേവിയർ, ഒരു യെല്ലോ കാർഡ് കൊടുത്തു. പിന്നെ ആ യെല്ലോ കാർഡ് കൊടുത്തപ്പോൾ പിന്നെ പുള്ളി ഒന്നുകൂടെ ഷൗട്ട് ചെയ്തു. പിന്നെ അടുത്തത് റെഡ്. ഇതെന്തോ വെള്ളരിക്കാ പട്ടണമാണോ? എന്തൊക്കെയാണോ നടക്കുന്നത് ഇവിടെ? യുണൈറ്റഡിനെ സംബന്ധിച്ച് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നല്ല റിസൾട്ടാണ്. കാരണം ആൻഫീൽഡിൽ പോയിട്ടൊരു സമനില പിടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പക്ഷേ വരുന്ന മാച്ചസിൽ യുണൈറ്റഡിൻ്റെ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഗോൾ സ്കോർ ചെയ്യും, ആര് ക്രിയേറ്റ് ചെയ്യും. ബ്രൂണോ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ബ്രൂണോയെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു മക്ടോമിനെ എന്ന് പറയുന്ന സാധനത്തിന് എന്നാ ചെയ്യും? മക്ടോമിനെ എന്ന് പറയുന്ന സാധനത്തിന് എന്നെ സംബന്ധിച്ച് ഒരു ഇമ്പാക്റ്റ് സബ്ബായിട്ടല്ലാതെ ത്രൂ ഔട്ട് ദ മാച്ച് ഒന്നും ഇറക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല മക്ടോമിന്. കാര്യം പുള്ളിയുടെ പ്രൊഫൈൽ എന്താണെന്ന് പോലും അറിയത്തില്ലാത്തൊരു രീതിയിലുള്ള ഒരു കളിക്കാരനാണ്. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് സബ്ബായിട്ട് വന്നിട്ട് ഗെയിമിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടി ചിലപ്പം കഴിഞ്ഞേക്കാം മക്ടോമിനിക്ക്. അതല്ലാതെ ഫ്രം ദ സ്റ്റാർട്ട് ടിൽ എൻഡ് ഇങ്ങനെ മക്ടോമിനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണി മേടിക്കും. അപ്പോൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ ഒരു റിസൾട്ട് മുന്നിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷനൊക്കെ ഉൾക്കൊണ്ട് ടീം മുന്നോട്ടുള്ള മാച്ചസ് അല്ലെങ്കിൽ സീസണിൽ തന്നെ അല്ലെങ്കിൽ മുന്നോട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രസ് വരുത്തട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയായിട്ടാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ മാച്ചിനെ പറ്റിയും ടീമിൻ്റെ പെർഫോമൻസിനെ പറ്റിയൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടണം. മറ്റൊരു നല്ല വീഡിയോ കാണാം. ഗ്ലോറി മാൻ യുണൈറ്റഡ്. ബൈ ഗൈസ്.